വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കാരങ്ങൾ. വർഷങ്ങളായി പ്രവാസി സംഘടനകളും സാധാരണക്കാരായ യാത്രക്കാരും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരാവുന്ന സ്വർണ്ണാഭരണങ്ങളുടെ നികുതിരഹിത പരിധി കേന്ദ്ര സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുവദനീയമായ സ്വർണത്തിന്റെ അളവിൽ വന്ന മാറ്റം കേവലം അക്കങ്ങളിലെ വർധനവ് മാത്രമല്ല, മറിച്ച് മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളെയും സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടങ്ങളെയും സർക്കാർ തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന പഴയ നിയമങ്ങൾ സ്വർണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നുവെങ്കിൽ പുതിയ പരിഷ്കാരം തൂക്കത്തിന് മുൻഗണന നൽകുന്നതിലൂടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ തോതിലുള്ള നികുതി ഭാരം ഒഴിയുകയാണ്. ഈ പുതിയ മാറ്റത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 2016 നിലവിൽ വന്ന ബാഗേജ് ചട്ടങ്ങളാണ് ഇതിന് മുൻപ് വരെ ആധാരമായിരുന്നത് എന്ന് കാണാം. പഴയ നിയമപ്രകാരം പുരുഷന്മാർക്ക് 50,000 രൂപ വരെയുള്ള ആഭരണങ്ങളും സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ആഭരണങ്ങളും മാത്രമേ നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുള്ളൂ. നിയമമുണ്ടാക്കിയ കാലത്ത് സ്വർണ്ണവില ഇന്നത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നതിനാൽ ഈ തുകകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ വർദ്ധിച്ചതോടെ പഴയ പരിധി പ്രായോഗികമല്ലാതെയായി മാറി. 1 ലക്ഷം രൂപയ്ക്ക് ഇന്ന് 1 പവൻ സ്വർണം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന ഒരു സ്ത്രീക്ക് തന്റെ വിവാഹ മോതിരമോ ചെറിയൊരു മാലയോ പോലും നികുതി നൽകാതെ ധരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഈ ഒരു സാങ്കേതിക കുരുക്കിനെയാണ് പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ സർക്കാർ അഴിച്ചിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ ഡ്യൂട്ടി നൽകാതെ കൈവശം വയ്ക്കാം. ഇതിനെ കൂടുതൽ ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഏകദേശം 5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നികുതി ഭയമില്ലാതെ വിദേശത്ത് നിന്ന് ധരിച്ചുകൊണ്ട് നാട്ടിലെത്താം എന്നാണ് അർത്ഥം. മുൻപ് ഇത് വെറും 14 ഗ്രാം അല്ലെങ്കിൽ 2 പവനിലും താഴെയായിരുന്നു എന്നോർക്കണം. അതുപോലെ പുരുഷന്മാർക്ക് മുൻപ് ലഭിച്ചിരുന്ന 7 ഗ്രാം എന്ന പരിധിയിൽ നിന്നും 20 ഗ്രാം അഥവാ 2.5 പവനിലേക്ക് വർദ്ധിപ്പിച്ചത് വലിയൊരു നേട്ടമാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി ആഭരണങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നവർക്കും ജീവിതകാലം മുഴുവൻ മറുനാട്ടിൽ അധ്വാനിച്ച് സമ്പാദിച്ച സ്വർണവുമായി മടങ്ങുന്നവർക്കും ഈ നിയമം വലിയൊരു സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. എങ്കിലും ഈ ആനുകൂല്യങ്ങൾ നേടുന്നതിന് കൃത്യമായ ചില നിബന്ധനകൾ സർക്കാർ നിഷ്കർഷിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇളവ് സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകം എന്നതാണ്. അതായത് സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ കട്ടികൾ എന്നിവ കൊണ്ടുവരുന്നവർക്ക് ഈ നികുതി ഇളവ് ലഭിക്കില്ല എന്നർത്ഥം. അവയ്ക്ക് നിശ്ചിത ശതമാനം ഇറക്കുമതി തീരുവ നൽകേണ്ടി വരും. ആഭരണങ്ങൾ എന്നത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒന്നായി കണക്കാക്കുന്നതിനാലാണ് അതിന് ഇത്രയും വലിയ ഇളവ് നൽകുന്നത്. മറ്റൊന്ന്, ഈ ഇളവ് ലഭിക്കണമെങ്കിൽ യാത്രക്കാരൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും വിദേശത്ത് താമസിച്ച വ്യക്തിയായിരിക്കണം എന്നതാണ്. ഹ്രസ്വകാല സന്ദർശനത്തിനായി പോയി മടങ്ങുന്നവർക്ക് ഈ പരിധി ബാധകമാകില്ല എന്ന കാര്യം പലപ്പോഴും യാത്രക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. അതിനാൽ പാസ്പോർട്ടിലെ രേഖകൾ പ്രകാരം 1 വർഷത്തെ വിദേശവാസം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. സ്വർണത്തിന് പുറമെ വെള്ളി, പ്ലാറ്റിനം ആഭരണങ്ങൾക്കും സമാനമായ രീതിയിലുള്ള പരിഗണന പുതിയ ചട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട്. സ്വർണത്തിന് നൽകിയിട്ടുള്ള അതേ തൂക്ക പരിധിയിൽ തന്നെയാണ് പ്ലാറ്റിനത്തിനും ബാധകമാകുന്നത്. കൂടാതെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന മറ്റ് സാധനങ്ങളുടെ കാര്യത്തിലും ഇളവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 നിശ്ചയിച്ച 50,000 രൂപയുടെ പരിധിയിൽ നിന്നും ഇപ്പോൾ 75,000 രൂപ വരെയുള്ള മറ്റ് സാധനങ്ങൾ നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കും. ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് ഈ മാറ്റം വലിയ ഗുണകരമാകും. വിദേശ വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന നികുതിരഹിത സാധനങ്ങളുടെ പരിധി 15,000-ൽ നിന്നും 25,000-ആയി ഉയർത്തിയതും വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുന്ന തീരുമാനമാണ്. ഈ പരിഷ്കാരങ്ങൾ വിമാനമാർഗമുള്ള യാത്രകൾക്ക് മാത്രമാണ് ബാധകമാകുന്നത് എന്ന കാര്യം നാം വിസ്മയിക്കരുത്. കരമാർഗമുള്ള അതിർത്തികൾ കടന്നു വരുന്നവർക്ക് ഈ നിയമം ബാധകമല്ല. സ്വർണ്ണക്കടത്ത് തടയാനും അതേസമയം യഥാർത്ഥ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുമാണ് സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നത്. മുൻപ് പലപ്പോഴും കസ്റ്റംസ് പരിശോധനയ്ക്കിടെ ചെറിയ അളവിലുള്ള സ്വർണത്തിന്റെ പേരിൽ പോലും പ്രവാസികൾക്ക് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുമായിരുന്നു. സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുന്നതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സാധാരണക്കാരെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ തൂക്കത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയ രീതി ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും ഒരുപോലെ വ്യക്തത നൽകുന്ന ഒന്നാണ്. സാമ്പത്തികമായി വിശകലനം ചെയ്യുമ്പോൾ സ്വർണത്തിന് മേലുള്ള ഈ ഇളവുകൾ രാജ്യത്തെ സ്വർണ്ണ വിപണിയെയും പ്രവാസി നിക്ഷേപകരെയും പോസിറ്റീവായി സ്വാധീനിക്കും. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അമിതമായ നികുതി ചുമത്തുന്നത് വഴി സ്വർണ്ണക്കടത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന ബോധ്യത്തിൽ നിന്നാണ് സർക്കാർ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത്. നികുതി ഘടന ലഘൂകരിക്കുന്നതിലൂടെ സ്വർണം കൊണ്ടുവരുന്നത് കൂടുതൽ സുതാര്യമാവുകയും നിയമവിധേയമായ രീതിയിൽ സ്വർണം രാജ്യത്തെത്തുകയും ചെയ്യും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വിദേശ നാണ്യ ശേഖരത്തിനും ഗുണകരമായേക്കാം.
ചുരുക്കത്തിൽ വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് അഭിമാനത്തോടെയും ആശ്വാസത്തോടെയും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. പഴയ കാലത്തെ നിയന്ത്രണങ്ങൾ പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടുമ്പോൾ അത് ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്കാണ് തണലാകുന്നത്. നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ കസ്റ്റംസ് നൂലാമാലകളിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. ഈ മാറ്റം വിദേശ മലയാളികൾക്ക് നാട്ടിലേക്കുള്ള മടക്കം കൂടുതൽ സന്തോഷകരമാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.